ബസ്സുകൾ വൻ ലാഭമുണ്ടാക്കി സർവീസ് നടത്തുമ്പോഴാണ് ഏറെ ആർഭാടമായി കൊണ്ടാടിയ നവകേരള ബസിന്റെ സർവീസുകൾ മുടങ്ങുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചൊവ്വാഴ്ച മുതൽ ബസ് സർവീസ് നടത്തുന്നില്ല. 5 പേർ മാത്രമാണ് ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത്. സോഷ്യൽ മീഡിയകളിലെ CPM ന്യായീകരണ തൊഴിലാളികൾ ബംഗളൂരുവിലേക്ക് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിരുന്നെങ്കിലും ഇങ്ങനെ നഷ്ടത്തിലാവില്ലായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. ബസ് സർവീസ് തുടങ്ങിയ ശേഷം യാത്രക്കാർ ഇത്രയും കുറയുന്നത് ആദ്യമായാണ്. സർവീസ് മുടങ്ങിയ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരെ മറ്റു ബസ്സുകളിൽ ബംഗളൂരുവിലേക്ക് അയക്കുകയായിരുന്നു. മെയ് ആദ്യവാരമായിരുന്നു ബസ് സർവീസ് തുടങ്ങിയത്. നഷ്ടമില്ലാതെയായിരുന്നു ഇതുവരെ സർവീസ് നടത്തിയതെന്ന് KSRTC അറിയിച്ചു. മെയ് 5 മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത്. ആധുനിക രീതിയിൽ AC ഫിറ്റ് ചെയ്ത ബസ്സിൽ 26 പുഷ് ബാക്ക് സീറ്റുകളാണുള്ളത്. ഭിന്നശേഷിക്കാർ, മുതിർന്ന പൗരന്മാർ തുടങ്ങിയവർക്ക് കയറുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ യാത്രക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഹൈഡ്രോളിക് ലിഫ്റ്റും ക്രമീകരിച്ചിരുന്നു. ശുചിമുറി, വാഷ് ബേസിൻ, TV, മ്യൂസിക് സിസ്റ്റം, മൊബൈൽ ചാർജർ സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളും ഉയർന്ന നിരക്കും ആളുകളെ ആകർഷിച്ചില്ല. മന്ത്രിസഭ സഞ്ചരിച്ച ബസ്സിന് നാടെങ്ങും വൻ വരവേൽപ്പായിരുന്നു. മ്യൂസിയത്തിൽ വെച്ചാലും കയറാൻ ആളുണ്ടാവുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ബസ് യാത്രക്കാർക്കായി ഇറക്കുമ്പോൾ പ്രതീക്ഷിച്ചത് കോഴിക്കോട് ബംഗളൂരു ടിക്കറ്റ് നിരക്ക് 1240 രൂപ. ആകെയുള്ള 25 സീറ്റും 2 ട്രിപ്പിലും നിറഞ്ഞാൽ 62,000 കിട്ടും. ഡീസലും ജീവനക്കാരുടെ ശമ്പളവും അടക്കം ഒരു തവണ ബസ്സിന് ചെലവ് 32,000 രൂപ. ബാക്കി ലാഭം. ഇതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഫലം മറ്റൊന്നായിരുന്നു. ഇനി അവസാനത്തെ 2 ആഴ്ചത്തെ കണക്ക് നോക്കിയാൽ 50,000-ന് മുകളിൽ കളക്ഷൻ കിട്ടിയത് ഒരൊറ്റ ദിവസം മാത്രം. സീറ്റ് നിറഞ്ഞോടിയ ഒരു ദിവസം പോലുമില്ല. ജൂലൈ 1 തിങ്കളാഴ്ച അങ്ങോട്ട് 13 പേർ, ഇങ്ങോട്ട് 8. വരുമാനം 22,357 രൂപ. അവസാനം സർവീസ് നടത്തിയ ചൊവ്വാഴ്ച അങ്ങോട്ടേക്ക് 10, ഇങ്ങോട്ടേക്ക് 3. വരുമാനം 14,760 രൂപ. ആളില്ലാത്തത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബസ് ഓടിയില്ല. ചുരുക്കത്തിൽ ശനിയും ഞായറും ഒഴിച്ചുള്ള ദിവസങ്ങളെല്ലാം കനത്ത നഷ്ടം. മറ്റ് ബസ് ടിക്കറ്റ് ചാർജ് 700 രൂപയുള്ളപ്പോൾ നവകേരള ബസ്സിൽ 1,240 രൂപ. ഏത് സ്റ്റോപ്പിൽ നിന്ന് കയറിയാലും ഫുൾ നിരക്ക് നൽകണം. അശാസ്ത്രീയ സമയക്രമമാണ് മറ്റൊന്ന്. പുലർച്ചെ 4 മണിക്ക് കോഴിക്കോട് നിന്ന് വിടുന്ന ബസ്സിൽ കയറാൻ മിക്കപ്പോഴും ആരും ഉണ്ടാകാറില്ല. സമയം മാറ്റുക, ബംഗളൂരുവിലേക്കുള്ള സർവീസ് ഒഴിവാക്കി കോഴിക്കോട് തിരുവനന്തപുരം റൂട്ടിൽ ഓടിക്കുക, സീറ്റുകളുടെ എണ്ണം കൂട്ടുക, ഇതിനായി ശുചിമുറി എടുത്തു കളയുക തുടങ്ങിയവയാണ് നഷ്ടം ഒഴിവാക്കാൻ ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന തിരുത്തൽ നിർദ്ദേശങ്ങൾ.